എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിവിടെ പറയാൻ വരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ PR വർക്ക് തകൃതിയായിട്ട് നടക്കുന്ന ഒരു സീസണാണ് നമ്മുടെ 7ന്റെ ഈ ഒരു സീസൺ. ശരിക്കും 7ന്റെ പണി തന്നിരിക്കുന്നത് ശരിക്കും നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പ്രേക്ഷകർക്ക് തന്നെയാണ്. ശരിക്കും ബിഗ് ബോസ് വീടിനകത്ത് മാത്രമല്ല പുറത്തും ഭയങ്കരമായ രീതിയിൽ അടിയും വഴക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഈ ഒരു സീസൺ കഴിഞ്ഞു കഴിഞ്ഞാലെങ്കിലും ഇതിനെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നന്നായിരുന്നേനെ. അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ച് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സീസണിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും രേണുസുതി ഒഴികെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ PR ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ മുൻഷി രഞ്ജിത്തിൻ്റെ കാര്യം എനിക്കറിയില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ശക്തമായിട്ട് PR കൊടുത്തിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ യാതൊരു തർക്കവും വേണ്ട, അനുമോളാണെന്ന് യാതൊരുവിധ സങ്കോചവും കൂടാതെ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അനുമോള് PR കൊടുത്തു എന്ന് മാത്രമല്ല, ഒരുപാട് വർഷമായിട്ട് സ്റ്റാർ മാജിക്കിലുണ്ട്, സീരിയലുകളിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അല്ലാതെ തന്നെ ഒരുപാട് ഫാൻസും ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും യാതൊരു തർക്കവും ഇല്ല. നമുക്ക് ഇപ്പോൾ എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അനുമോളെ എനിക്ക് ഇഷ്ടമാണ്. സ്റ്റാർ മാജിക്കിൽ വന്ന അനുമോളെ അല്ലെങ്കിൽ സീരിയലുകളിൽ കാണുന്ന അനുമോളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്ന അനുമോളെ എനിക്ക് ഒരു അല്പം പോലും ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഞാൻ പല വീഡിയോകളിലും തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇഷ്ടമല്ലാത്തതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, അനുമോള് ഭയങ്കര പക്കാ ഡ്രാമയാണ് പുള്ളിക്കാരത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോഴും പുള്ളിക്കാരത്തിയെ വെളുപ്പിക്കാനായിട്ട് ബിഗ് ബോസ് വീടിൻ്റെ പുറത്ത് കിടന്ന് ഓരോരുത്തർ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാണ് ഈ ഒരു അനുമോളെ ശരിക്കും അനുമോള് കാണിക്കുന്നത്. അനുമോളുടെ റിയൽ ക്യാരക്ടർ ആണെങ്കിൽ അവരുടെ ക്യാരക്ടറിന് എന്ത് ക്വാളിറ്റിയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ സത്യസന്ധത, ഭയങ്കര സത്യസന്ധതയാണ് അനുമോൾ എന്നാണ് പറയുന്നത്. പക്ഷേ എത്ര സത്യസന്ധത ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാര്യം അനുമോൾ പറയുന്നത് ഒരുപക്ഷെ തെറ്റാണെന്ന് അനുമോൾക്ക് തന്നെ മനസ്സിലായാൽ പോലും അനുമോൾ അതിൽ നിന്നും ഉറച്ചു തന്നെ നിൽക്കും. പുള്ളിക്കാരത്തി അത് സോറി പോലും പറയാൻ തയ്യാറാവില്ല. അത് നമ്മൾ കണ്ടതാണ് ശൈത്യ വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ. ശരിക്കും ശൈത്യക്കൊക്കെ അവിടെ ചെന്ന് കിടന്ന് ഇത്രയേറെ ബഹളം വെക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ പറയുമ്പോൾ ആ ഒരു സമയത്ത് മസ്താനിയാണ് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തത് എന്നുള്ളൊരു കാര്യം അനുമോള് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തക്ക വിഷയമേ ഉള്ളൂ. പക്ഷെ താൻ പിടിക്കുന്ന മുയലിന് 4, 3, 5, 10 കൊമ്പൊക്കെ ഉണ്ടെന്നുള്ള ധാരണയിൽ അനുമോൾ ഇങ്ങനെ കട്ടിക്കല്ല് കണക്കിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ കുറേ ആളുകൾ ഇപ്പം പറയാനായിട്ട് വരും, അത് അനുമോൾ കൂട്ടുകാരെത്തിയെ ഒറ്റ കൊടുക്കത്തില്ല എന്ന് പറയും. എന്താ അല്ലേ? അങ്ങനെ എല്ലാവരും ഒറ്റ കൊടുക്കാത്ത ആളുകളൊന്നും അല്ല അവിടെ നിൽക്കുന്നത്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്ന ആളുകൾ തന്നെ. ലാലേട്ടൻ വരുന്ന സമയത്ത് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് ആരാ അത് പറഞ്ഞു തന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ അനുമോളും അവിടെ നിൽക്കുന്ന മറ്റു പലരും പറയാറുണ്ട്, ഇന്ന ആളാണ് എന്നോട് ഇന്ന സമയത്ത് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് പല കാര്യങ്ങളും പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു സീസണിലെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു PR മാത്രമല്ല, യൂട്യൂബേഴ്സ് ഇവർക്ക് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട്. ശരിക്കും കഷ്ടം തോന്നുകയാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്, ഭയങ്കര കഷ്ടം തോന്നുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങൾ കിടന്ന് ശ്വാസം മുട്ടി ഇങ്ങനെ കിടന്ന് വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതിന് ഓക്കെ. ഇപ്പോൾ അനുമോളുടെ ഗുണങ്ങൾ വിളിച്ച് പറയുന്ന നിങ്ങളൊക്കെ അനുമോളുടെ ഒരു തെറ്റ് പോലും ചൂണ്ടിക്കാണിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് നിങ്ങളോടൊക്കെ ദേഷ്യം തോന്നുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ നിങ്ങൾ യൂട്യൂബേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ്, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അത് തന്നെയാണ് ഓരോരുത്തരും വിളിച്ച് പറയുന്നത്. ഇപ്പോൾ ഞാനും പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടുകളാണ്. അതുപോലെ ഓരോ യൂട്യൂബേഴ്സും അവരവരുടെ കാഴ്ചപ്പാടുകൾ വിളിച്ചു പറയുകയാണ് എന്ന് പറയുമ്പോഴും ഈ പറയുന്ന നിങ്ങൾക്കൊന്നും അനുമോളുടെ ഒരു തെറ്റ് പോലും നിങ്ങൾ വിളിച്ച് പറയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സഹതാപം തോന്നുന്നത്. ശരിക്കും PR വർക്ക് ചെയ്യുകയാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിലാണ് പലരുടെയും പ്രകടനം. അനുമോളെ വെറുതെ അങ്ങ് വെളുപ്പിക്കുകയാണ്. ഇപ്പോൾ അനീഷിൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാലും അനീഷിൻ്റെ പിന്നാലെ നടന്നതും അനീഷിനോട് ലവ് ആദ്യം പറഞ്ഞതും അനുമോൾ തന്നെയാണ്. പില്ലോയിൽ I love you എന്ന് എഴുതിയ പില്ലോ കൊണ്ടുവന്ന് അനീഷിന് കൊടുത്തത് ആരാണ്? അനുമോൾ തന്നെയല്ലേ. പിന്നീട് പുള്ളിക്കാരൻ ആ പില്ലോയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടു. അപ്പോൾ ഇതിൻ്റെ കാരണക്കാരി അനുമോൾ തന്നെയാണ്.
അതുപോലെ തന്നെ അനീഷിനോട് ഇഷ്ടമാണെന്ന് തോന്നുന്ന രീതിയിൽ സംസാരിക്കുക, ആംഗ്യം കാണിക്കുക, അങ്ങനെ പല രീതിയിലും ഒരുപാട് തെറ്റുകൾ അനുമോളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇത് പറയുമ്പോൾ പല ആളുകളും പറയുന്നത് അനീഷ് എന്താ അത്ര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണോ എന്നാണ്. അതുപോലെ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അനീഷ് എന്താ പക്വതയില്ലാത്ത കുട്ടിയാണോ, 16 വയസ്സുള്ള കുട്ടിയാണോ, അനുമോൾ അങ്ങനെ ഒരു തമാശ കാണിക്കുമ്പോൾ ആ ഒരു തമാശ ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കാൻ അയാൾ എന്താ 16കാരനാണോ, 10-40 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിക്ക് മനസ്സിലാവില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദിക്കുന്നവരോടായിട്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ 40 വയസ്സുള്ള ആളിനെന്താ പ്രണയിക്കാൻ പാടില്ലേ, പ്രണയം തോന്നില്ലേ? ഇവരെന്ന് പറഞ്ഞാൽ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. 10-100 ദിവസം ആവാറായി വരുന്നു. ഇത്രയും ദിവസം ഇവർ ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ പുള്ളിക്കാരനാണെങ്കിൽ വിവാഹമോചിതനായിട്ടുള്ള ആളാണ്. അനുമോൾ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ അനുമോൾ എന്താ ഇള്ള പിള്ളയാണോ, ചെറിയ കുട്ടിയാണോ അനുമോള്? 30 വയസ്സ് കഴിഞ്ഞ ഒരു തൈക്കിളവി തന്നെയാണ് അനുമോളും. ചെറിയ കൊച്ചൊന്നുമല്ല. 30 വയസ്സ് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും തൈക്കിളവി എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. 35 വയസ്സ് കഴിഞ്ഞാൽ മധ്യവയസ്ക എന്ന് പറയുന്ന ആളുകളും ഇന്നത്തെ കാലത്തും ഉണ്ട്. അപ്പോൾ പിന്നെന്താണ്, അനുമോളും കൊച്ചൊന്നുമല്ല. അനുമോളും നല്ല ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീ തന്നെയാണ്, നല്ല മുറ്റിയ സ്ത്രീ തന്നെയാണ് അനുമോളും. കൊച്ചൊന്നും അല്ല. അങ്ങനെ 16 വയസ്സാണോ അനുമോൾക്ക് ഇങ്ങനെ ഒരാളിൻ്റെ അടുത്ത് ഇങ്ങനെ കിടന്ന് പിന്നാലെ നടക്കാനും ഇഷ്ടമാണെന്ന് പറയാനും ഈ ചൈൽഡിഷ് ആയിട്ടുള്ള പ്രവൃത്തികൾ കാണിച്ചത് അനുമോളാണ്. അനുമോൾ ചെറിയ കുട്ടിയല്ലേ. 30 വയസ്സെന്ന് പറഞ്ഞാൽ നല്ല ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീ തന്നെയാണ്. ഇപ്പോൾ അവർ കുട്ടിയുടുപ്പിട്ട് നടക്കുന്നു, ഈ കൊച്ചു പിള്ളേർ കാണിക്കുന്ന കണക്കുള്ള ചേഷ്ടകളും രീതികളും കാണിക്കുന്നു എന്ന് കരുതി അവർ കൊച്ചു കുട്ടിയാവോ? 16, 18, 19 വയസ്സാണോ അനുമോൾക്ക്? 30 വയസ്സ് കഴിഞ്ഞില്ലേ? അപ്പോഴവർ ചെറിയ കുട്ടിയല്ല എന്ന് ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കിക്കോ. ഈ പറയുന്ന ആളുകൾ പ്രായത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നി അയാൾ അത് ഇഷ്ടം എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. വിവാഹം കഴിക്കാമെന്ന് മാത്രമേ പറഞ്ഞോളൂ, അല്ലാണ്ട് മറ്റൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് വീട് നമുക്കൊരു മണിയറ ആക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് പുറത്ത് പോയി കഴിയുമ്പോൾ കല്യാണം കഴിച്ചുകൂടെ എന്നൊരു ചോദ്യം ചോദിച്ചു. പിന്നീട് അവിടെ വെച്ച് തന്നെ അവർ തന്നെ അത് പറഞ്ഞ് തിരുത്തി. ആ ഒരു വിഷയം അവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അനീഷ് ഓക്കെ പറഞ്ഞു, അനുമോൾ ബ്രദറാണെന്ന് പറഞ്ഞു, അനീഷ് ഓക്കെ പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ ആ ഒരു വിഷയം അവിടെ സംസാരിച്ച് തീർന്നു. അതിനുശേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ഇതൊരു കോണ്ടന്റ് ആയിട്ട് എടുത്തുകൊണ്ട് നടന്ന് സംസാരിച്ചുകൊണ്ട് നടക്കുന്നത് ആരാണ്? അനുമോൾ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. അനുമോളുടെ ഒരു ക്യാരക്ടർ ഉണ്ട് കേട്ടോ. അനുമോൾ എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് പിന്നെ എല്ലാം എനിക്ക് പേടിയാണോടി, എന്ത് വിചാരിക്കൂടി, ജനങ്ങൾ കണ്ടോടി കേട്ടോടി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് അനുമോളുടെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ എപ്പോഴും അനുമോൾ അങ്ങനെ തന്നെയാണ്. അനുമോൾക്ക് ഒന്നും അറിയില്ല, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും, എന്നിട്ട് എങ്ങും ഒന്നും പെരളത്തുമില്ല. ഇപ്പോൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അടുക്കളയിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അടിയും പ്രശ്നങ്ങളും അനുമോൾ നിൽക്കുമ്പോൾ തന്നെയാണ് ഉണ്ടാവുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതായത് അനുമോൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ആൾക്ക് 2 ദോശ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇവരെ വെറുതെ ആവശ്യമില്ലാതെ നമ്മളാണ് ഓരോന്ന് തിന്നാൻ കൊടുത്ത് പാഴാക്കി കളയുന്നതെന്ന് വരെ, അതായത് ഓരോരുത്തരെയും പഠിപ്പിച്ച് പാഴി കളയുന്നത് നമ്മളാണ്. ആൾക്ക് 2 എണ്ണം വെച്ച് തിന്നാൽ മതി എന്ന് പോലും പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ അനുമോള്. അത്രയ്ക്ക് ബോറ് സ്വഭാവത്തിനുടമയാണെന്നേ ഞാൻ പറയത്തുള്ളൂ അനുമോള്. ഈ അനുമോള് ഏത് നേരവും പ്ലാച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു, പുതപ്പിനകത്ത് എന്തൊക്കെയോ കണ്ടു, കുൽസിതങ്ങളല്ലാതെ പെൺപിള്ളേരെ വായിന്ന് വരത്തില്ല. ഇതൊക്കെയാണ് ഈ അനുമോളുടെ ഗെയിം എന്ന് പറയുന്നത്. എന്ത് ഗെയിമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി, ഇടയ്ക്കൊക്കെ നെവിൻ ഭയങ്കര ബോറായിരുന്നു. നമുക്കൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ട്. നെവിന് ഓപ്പോസിറ്റായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അനുമോളെക്കാളും എന്തുകൊണ്ടും ഭേദം നെവിൻ തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ നെവിൻ തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. ഒന്നുമില്ലെങ്കിലും നെവിൻ ചെയ്തു കഴിഞ്ഞാൽ ഞാനത് ചെയ്തു എന്നെങ്കിലും പറയും. അപ്പോൾ അനുമോൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് എല്ലാവരും ഇങ്ങനെ പുറത്ത് കിടന്ന് ഇപ്പോൾ തന്നെ ബിഗ് ബോസിനകത്ത് വീട്ടിന് പുറത്തു നിന്നും കുറേ വാഴകളെല്ലാം കൂടെ അകത്തേക്ക് തള്ളിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ എണ്ണം കൂടെ കാക്കീന്നും പറഞ്ഞ് കാക്ക കൂട്ടി കല്ലിട്ട് കണക്ക് ഇടുന്ന് ബഹളം തുടങ്ങി. പക്ഷേ ആ ഒരു സമയത്ത് ശരിക്കും അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ പോലും അവിടെ ചെന്ന ആളുകൾ ഈ ഒരു സംസാരത്തിന് വഴിവെച്ച കാര്യമെന്ന് വെച്ചാൽ അവർക്കറിയാം ഈ ഒരു ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരാരുമായിട്ടും സംസാരിക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാനോ ബഹളം വയ്ക്കാനോ ഒന്നുമുള്ള ഒരു തരത്തിലുള്ള ചാൻസും കിട്ടത്തില്ലെന്ന് ഇവർക്കൊക്കെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അത് പരമാവധി മുതലാക്കി എന്നേ പറയാൻ പറ്റത്തുള്ളൂ.
അവിടെ കിടന്ന് ബഹളവും പ്രശ്നങ്ങളും അത്രയും. പക്ഷേ ഈ അനുമോളുമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ അത്രയും. അവിടെ നിൽക്കുന്ന ആദിലയോ നൂറയോ അല്ലെങ്കിൽ മറ്റുള്ള അക്ബറോ അവരാരുമായിട്ടല്ല പ്രശ്നം. ഈ വരുന്ന എല്ലാവർക്കും പരാതിയും പ്രശ്നങ്ങളെല്ലാം അനുമോളോടാണ്. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആളുകൾ പറയും അനുമോളെ തന്നെ എല്ലാവരും എന്താ പറയുന്നത്, അനുമോളെ തന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയും. ഇത്രയും നാളും അവിടെ പിടിച്ചു നിന്നത് എങ്ങനെയാണ് അനുമോള് എന്നൊക്കെ പറയും. അനുമോൾ എന്ന് പറഞ്ഞാൽ ഡ്രാമ ക്യൂൺ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇന്ന് പോലും അനുമോള് പറയുന്നുണ്ട്, കരയുന്നു. അനുമോള് പറയുന്നുണ്ട് ഞാൻ കിറ്റ് ചെയ്താൽ എന്താടി, ഞാൻ പുറത്ത് പോയാൽ എന്താ, ഞാൻ കിറ്റ് ചെയ്താൽ എന്താ എന്നൊക്കെ പറയുന്നു. ശരിക്കും 2-3 ദിവസം മാത്രം ഷോ ബാക്കി നിൽക്കവേ പുള്ളിക്കാരത്തി കിറ്റ് ചെയ്യില്ല. അത് 100% ഞാൻ ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്. പുള്ളിക്കാരത്തി കിറ്റ് ചെയ്യില്ല. വെറുതെ പറഞ്ഞിട്ട് വെറുതെ കള്ളക്കരച്ചിൽ കാണിച്ചു കൂട്ടുന്നതാണ്. പുറത്ത് നിൽക്കുന്ന ആളുകൾ അത് കാണുന്ന പുള്ളിക്കാരത്തിക്ക് നന്നായിട്ട് അറിയാം. സപ്പോർട്ട് ഇരട്ടിയായിട്ട് കുതിച്ച് കയറുന്നു അറിയാം. അപ്പം അതിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന, വെറുതെ കാണിച്ചു കൂട്ടുന്ന കള്ളക്കരച്ചിലും നാടകങ്ങളും പൊറട്ട് നാടകങ്ങൾ. ശരിക്കും അനുമോള് ബിഗ് ബോസ് ഹൗസിനകത്ത് ചെന്ന് അപ്പോഴത്തൊട്ടേ പുള്ളിക്കാരത്തി സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു പാവയെ എടുത്ത് വെച്ച് കാണിക്കുന്ന കോലങ്ങൾ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ പെറ്റ തള്ള സഹിക്കില്ല. ഒരു മുതുക് പെണ്ണ് 10-30 വയസ്സായ ഒരു പെണ്ണ് ഒരു പാവയെ എടുത്ത് വെച്ചിട്ട് കാണിക്കുന്ന അതുപോലെ തന്നെ പറയാം. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും PR-കളെ പ്രതീക്ഷിക്കുന്നുണ്ട്. കമൻ്റ് ഇടാനായിട്ട് PR-കൾ എത്തുമെന്ന് നന്നായിട്ട് അറിയാം. വരുന്നവർക്ക് സ്വാഗതം. എന്നെ തെറി വിളിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തിരിച്ചും കിട്ടും. ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, ധൈര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം മാന്യമായ ഭാഷയിൽ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.